രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ലോകത്തുള്ളത്. മെൻസ്ട്രേറ്റ് ചെയ്യുന്നവരും മെൻസ്ട്രേറ്റ് ചെയ്യാത്തവരും. ഈ രണ്ട് കൂട്ടരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. യൂഷ്വലി നമ്മൾ പീരീഡ്സ് ആകുമ്പോൾ മനസ്സിലായി കേട്ടു ഐ ഹേർഡ് ഇറ്റ്. യൂഷ്വലി നമ്മൾ പീരീഡ്സ് കറക്റ്റ് ആയിരുന്നോ? പീരിയഡ്സ് ആവുമ്പോൾ ഉപയോഗിക്കുന്നത് പാഡാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. ചോക്ലേറ്റ് എന്നുള്ളൊരു മൂവിയിൽ പൃഥ്വിരാജ് ബ്രെഡാണ് തെറ്റിദ്ധരിക്കുന്നത്. അതുപോലെ നോട്ട്ബുക്കിൽ പുള്ളി നാണത്തോടെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ആ സാധനമാണ് പാഡ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ മെൻസ്ട്രൽ കപ്പ്. ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് യൂഷ്വലി പാഡ് ഉപയോഗിക്കുന്നത് പകരം പീരീഡ്സ് ആവുന്ന സമയത്ത് വെജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അൺകംഫർട്ടബിൾ ആവുന്നില്ലല്ലോ. ഇപ്പോൾ ആദ്യമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തുണിയായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഡിഗ്രി കോളേജ് എത്തുന്നവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തുണി തന്നെയായിരുന്നു. ഇപ്പോൾ തുണി എന്ന് പറയുന്നത് ഇതിനായി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു തുണിയൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു കോട്ടൺ ആയിട്ടുള്ളൊരു ഷോളോ സാരിയുടെ പീസോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ കോട്ടൺ ആവുന്നതിൻ്റെ അഡ്വാൻറ്റേജ് അത് നാച്ചുറൽ അബ്സോർബൻ്റ് ആണ്. ഇപ്പോൾ തന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തുണിയായിരിക്കും അവർ മുറിച്ച് മടക്കി ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഒരു തുണി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അത് സസ്റ്റൈനബിൾ ആണ്. കാരണം കഴുകി ഉപയോഗിക്കാവുന്നതാണ്, എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല ഇതുകൊണ്ടുണ്ടാകുന്ന കോട്ടൺ ആയതുകൊണ്ട് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറിറ്റേഷനോ ഇച്ചിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ മറിച്ച് ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ 6-7 മണിക്കൂറും കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കണം, ഉണക്കി തുടച്ചെടുക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ തന്നെയാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ ടൈമിൽ ഇത് പോയി കഴുകി വൃത്തിയാക്കി തിരിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നീട് സാനിറ്ററി നാപ്കിൻ വന്ന സമയത്ത് എല്ലാവർക്കും അതൊരു റിലീഫായിരുന്നു. ഇപ്പോൾ ഇതാണൊരു സാനിറ്ററി നാപ്കിൻ. ഇതിപ്പോൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം യൂഷ്വലായിട്ട് വരുന്ന അഡ്വർടൈസ്മെൻ്റ് ആണ് വിസ്പറിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേ ഫ്രീ, സോഫി, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് മാറി വരുന്നതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫെമിലിയർ ആണ് എന്താണ് പാഡ് എന്നുള്ളത്. ഇറ്റ്സ് ഈസിയർ. അപ്പോൾ മാറ്റിയാൽ മതി, ഉപയോഗിച്ച ഉടനെ എടുത്ത് കളയാം, കഴുകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇറ്റ് വാസ് റിലേറ്റീവ്ലി ഈസിയർ ദെൻ തുണി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ തുണിയെ വെച്ച് നോക്കുമ്പോൾ പാഡ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. എനിക്ക് പേഴ്സണലി പാഡ്, ഞാൻ അലർജിക്കാണ് പാഡിനോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ഷേഫിങ് വരും, അതായത് ഇച്ചിങ് വരും, പൊട്ടും, റാഷസ് ഉണ്ടാവും. യൂഷ്വലി പാഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നൊരു കാര്യം, അത് തുണി ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ലോങ്ങർ ടൈം വെക്കാം എന്നുള്ളൊരു കാര്യമാണ്. അത് പറയാനുള്ള കാരണം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ജെൽ അബ്സോർബൻസ് കാരണമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ ജെൽ അബ്സോർബൻസ് കാരണം യൂഷ്വലി ഉള്ള ടൈമിനേക്കാൾ കൂടുതൽ നേരം പാഡ് വെച്ചാൽ ഇറ്റ് കെൻ ലീഡ് ടു ഡ്രൈനെസ്. അതുപോലെ pH ലെവൽസിന് എഫക്റ്റ് ആവാം. പാഡിലുള്ള അടങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ പാഡ് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാലും യൂഷ്വലി നമ്മൾ ഒന്നല്ലെങ്കിൽ ഇൻസിനറേറ്റ് ചെയ്യും. അപ്പോൾ ഇൻസിനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നല്ലതല്ല, എൻവയറമെൻറ്റിന് നല്ലതല്ല. സെക്കൻഡ് യൂഷ്വലി നമ്മൾ ചെയ്യാറ്, നമ്മളിപ്പോൾ ബിന്നിലോ എന്തെങ്കിലും ഇടും, അത് വേസ്റ്റ് കളക്ട് ചെയ്യുന്നവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ യൂഷ്വലി പോകുന്നത് ലാൻഡ് ഫിൽസിലേക്കായിരിക്കും. അപ്പോൾ ലാൻഡ് ഫിൽസിൽ പോയാലും അവിടെ നിന്ന് പിന്നീട് അത് സോയിലിലേക്ക് ഇറങ്ങി പിന്നീട് വാട്ടറിലേക്കും അതിലേക്കും പിന്നീട് ഫർദർ പൊല്യൂഷൻ ഉണ്ടാക്കാനേ ചാൻസ് ഉള്ളൂ. പിന്നെ വേറൊരു ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് യൂഷ്വലി ബിന്നിലൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ഹൈജീൻ വർക്കേഴ്സ്, അതായത് നോർമൽ വേസ്റ്റ് ഒന്ന് മാറ്റി കൈകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നവരുടെ ഒരു ഹെൽത്ത് ഹസാർഡും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു ഭയങ്കര ഒരു ഒക്യുപ്പേഷണൽ ഹെൽത്ത് ഹസാർഡാണിത്. അതിനുശേഷം വന്നതാണ് ടാംപോൺസ്. അപ്പോൾ ഇതാണ് ടാംപോൺ. എനിക്കിന്ന് കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ആദ്യമായിട്ട് വെജൈനയിൽ ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ടാംപോൺ. ടാംപോൺ ആയിരുന്നു ആദ്യമായിട്ട് വെജൈനയിൽ ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്റ്റ്. ഇതിന് സാനിറ്ററി നാപ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. കാരണം പ്ലാസ്റ്റിക് ഇല്ല. ദ ഡിസഡ്വാൻറ്റേജ് ഇസ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി കോട്ടൺ. സോ അതുകൊണ്ട് വെജൈനയിലുള്ള നാച്ചുറൽ മോയ്സ്ചർ ഫുള്ളായിട്ട് അത് അബ്സോർബ് ചെയ്യും, വിച്ച് കെൻ ലീഡ് ടു ഡ്രൈനെസ്. ടാംപോണിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ മെൻഷൻ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് TSS, വിച്ച് ഇസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. അപ്പോൾ TSS ഇസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇറ്റ് കെൻ ലീഡ് ടു യുവർ വജൈന ബീയിങ് കംപ്ലീറ്റ്ലി ഡ്രൈ ആൻഡ് അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇറ്റ് കെൻ ലീഡ് ടു TSS ആൻഡ് ഇറ്റ്സ് എ റിയലി സിവിയർ ഡിസീസ് ദറ്റ് കെൻ ഈവൻ ലീഡ് ടു ഡെത്ത്. വേറൊരു ഓൾട്ടർനേറ്റീവ് ആണ് ക്ലോത്ത് പാഡ്സ്. അപ്പോൾ ക്ലോത്ത് പാഡ്സ് നോക്കിക്കഴിഞ്ഞാൽ
സാനിറ്ററി നാപ്കിൻ അപേക്ഷിച്ച് മച്ച് ഹെൽത്തിയർ ആണ്. കാരണം പ്ലാസ്റ്റിക് ഇല്ല, ദർ ആർ നോ കെമിക്കൽസ്, ഇറ്റ്സ് ഫുള്ളി സസ്റ്റൈനബിൾ, ഇറ്റ്സ് എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി, റീവാഷ് ചെയ്ത് ഉപയോഗിക്കാം, ആൻഡ് ഇറ്റ് വിൽ ലാസ്റ്റ് ലോങ്ങർ, ഇറ്റ്സ് കൂടുതൽ എക്കണോമിക് ആണ്. ഇഫ് യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഡിസഡ്വാൻറ്റേജ്, വി ഹാവ് ടു മെൻഷൻ എപ്പോഴും സപ്ലൈ ഓഫ് വാട്ടർ ഉണ്ടായിരിക്കണം കഴുകി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ക്ലീൻ ഹൈജീനിക് ആയിട്ടുള്ളൊരു വാഷ്റൂം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഓഫീസ് സ്പേസുകളിലായാലും സ്കൂളിലായാലും വീട്ടിലായാലും. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരാളുടെ എക്കണോമിക്കും സോഷ്യൽ സിറ്റുവേഷനും കൂടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻസ്ട്രൽ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ കൊണ്ടാണ്. പിന്നെ ലേറ്റക്സും തെർമോപ്ലാസ്റ്റിക് ഐസോമർ കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. ഞാൻ എങ്ങനെ മെൻസ്ട്രൽ കപ്പിലോട്ട് എത്തി എന്നുള്ളതിൻ്റെ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് പാഡ് അലർജി ഉണ്ടായിരുന്നു. സോ ഐ ഹാഡ് ടു ഫൈൻഡ് ആൻ ഓൾട്ടർനേറ്റീവ്, ആൻഡ് ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് ട്രൈയിങ് ടാംപോൺസ്. ടാംപോൺ ഐ തിങ്ക് ഞാനൊരു 2 സൈക്കിൾസിന് ഉപയോഗിച്ചു, ആൻഡ് ദാറ്റ്സ് വെൻ ഐ ഗോട്ട് ടു നോ ഈ TSSനെ കുറിച്ചൊക്കെ വായിച്ചു, ആൻഡ് ഐ ഗോട്ട് എ ബിറ്റ് സ്കെയർഡ്. ദാറ്റ്സ് വെൻ ഐ കെയിം അക്രോസ് മെൻസ്ട്രൽ കപ്പ്. ഞാനത് ഓൺലൈനായിട്ട് വാങ്ങി. My first period was a disaster കാരണം I didn't know how to put it in properly, I didn't know how it works properly, but it took me close to 3 months to understand ഇതെങ്ങനെ വെക്കണം, ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എൻ്റെ ബോഡി എങ്ങനെയാണ് ഇതിന് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. ആഫ്റ്റർ ഐ കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ്, നോട്ട് ഈവൻ വൺസ് ഹാവ് ഐ ഗോൺ ബാക്ക് ടു യൂസിങ് പാഡ്സ്. എനിക്ക് ഓൾമോസ്റ്റ് എവറി പീരിയഡ് എനിക്ക് സ്റ്റെയിൻ ആവുമായിരുന്നു. സ്റ്റെയിൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അലർജി, ഇറിറ്റേഷൻ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് സ്റ്റെയിൻ്റെ ഇഷ്യൂസ് ഇല്ല. പീരീഡ്സ് ആവുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡോണ്ട് ഈവൻ റിയലൈസ് ദറ്റ് ഐ എം ഓൺ മൈ പീരിയഡ്. ഇങ്ങനത്തെ ഒരു സാധനം ബോഡിയുടെ അകത്തുണ്ടെന്നുള്ളത് തന്നെ ഞാൻ ചിലപ്പോൾ മറന്നു പോകും. ഓൾസോ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ്, നമ്മൾ യൂഷ്വലി പാഡ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് വൈറ്റ്. So every time you see it, you look at it, you feel like there is a whole lot of blood that your body is losing. But cup ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് you start realizing that there is little blood that you're losing, and it's the whole pad ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് is what makes the period ഭയങ്കര ഡിഫിക്കൾട്ട്. ആ ഒരു എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് വെറ്റാണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഇത് ഇച്ചിങ്. വാട്ട് ഐ നോട്ടിസ്ഡ് ഇസ് എൻ്റെ മെജോറിറ്റി പീരിയഡ് റിലേറ്റഡ് ഇഷ്യൂസും പാഡ് മാറ്റിയപ്പോൾ ലൈക്ക് ദർ വാസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ദ ഡിസ്കംഫർട്ടൊക്കെ ഒരുപാട് മാറി. സോ ഇറ്റ് ആക്ച്വലി മെയ്ഡ് മൈ പീരിയഡ്സ് ഈസിയർ. യൂഷ്വലി മെൻസ്ട്രൽ കപ്പിന് 3 സൈസാണുള്ളത്: സ്മോള്, മീഡിയം, ലാർജ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ബ്ലഡ് ഫ്ലോ. അതിനേക്കാളുപരി സെർവിക്സിൻ്റെ സൈസും അനാറ്റമിയും വെജൈനയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈയിങ് യുവർ സൈസ് ഇസ് ദ ഫസ്റ്റ് തിങ്. അത് കണ്ടുപിടിക്കാൻ തന്നെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലോ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ആൾക്കാർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന എങ്ങനെ അവരവരുടെ സൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ള വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐഡൻറ്റിഫൈയിങ് യുവർ സൈസ്. ടോക്ക് ടു പീപ്പിൾ ഹൂ ഹവ് ബിൻ യൂസിങ് ഇറ്റ് ഫോർ എ വൈൽ. സോ യു നോ, ഒരു നല്ല ബ്രാൻഡ് കണ്ടുപിടിക്കാനായാലും ദാറ്റ് വിൽ ഹെൽപ്പ്. ആൻഡ് ദെൻ വൺസ് യു ഗെറ്റ് എ കപ്പ്, അപ്പോൾ പീരിയഡ്സ് ആവുന്നതിന് മുമ്പ് തന്നെ ഇഫ് യു ക്യാൻ ട്രൈ ആൻഡ് സീ ഇഫ് യു ക്യാൻ ഇൻസേർട്ട് ഇറ്റ്, ഇറ്റ് വിൽ ബി ബെറ്റർ ആൻഡ് വിൽ ബി ഹെൽപ്ഫുൾ പീരിയഡ്സ് ആവുന്ന സമയത്ത്. ഇത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ കുറച്ച് പ്രൈവറ്റ് സ്പേസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോവുക. അപ്പോൾ നിന്നിട്ടായാലും ഇരുന്നിട്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഒരു സ്ക്വാട്ടിങ് പൊസിഷനിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പം. ടോയ്ലറ്റ് സീറ്റിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടായാലും കുഴപ്പമില്ല, പക്ഷേ സൂക്ഷിക്കണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ പൊസിഷൻ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യാൻ 2 ഫോൾഡാണുള്ളത്. ഒന്ന് സി ഫോൾഡാണ്. അപ്പോൾ അത് ഓക്കെ, ഇതാണ് സി ഫോൾഡ്. രണ്ടാമത്തെ ഫോൾഡ് ഇത് അകത്തേക്ക് പുഷ് ചെയ്തിട്ടുള്ള പഞ്ച് ഡൗൺ ഫോൾഡാണ്. ഫോൾഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ലോലി നേരത്തെ പറഞ്ഞ പൊസിഷനിൽ ഇരുന്നിട്ട് പതുക്കെ പെയിൻ ഉണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്ത് പതുക്കെ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഇറ്റ് ടേക്സ് എ റിയലി ലോങ് ടൈം ടു ഫിഗർ ഔട്ട് ഇതെങ്ങനെ കയറുന്നതാണ് കംഫർട്ടബിൾ, എങ്ങനെ കയറുമ്പോഴാണ് പെയിൻ ഇല്ലാത്തത്, എങ്ങനെ കയറുമ്പോഴാണ് പ്രോപ്പർലി അകത്ത് ഇരിക്കുന്നത്, അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ റിയലി ലോങ് ടൈം. എനിക്ക് ഇറ്റ് ടുക്ക് ക്ലോസ് ടു 3 months ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു പ്രോപ്പർലി യൂസ് എ കപ്പ്. ആൻഡ് അനദർ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് അകത്ത് കയറ്റി കഴിഞ്ഞ് യു മൈറ്റ് ഹാവ് ടു ഇൻസേർട്ട് യുവർ ഫിംഗർ ടു സീ ഇഫ് ഇറ്റ്സ്
properly in place. അപ്പോൾ അതിനൊക്കെ you have to be comfortable with your own body. 6 to 12 hours വരെ it's okay to have this cup inside. And remove ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ കുറച്ചൊന്ന് വിരൽ ഇൻസേർട്ട് ചെയ്ത് സ്ക്വീസ് ചെയ്തിട്ട് വേണം പുറത്തെടുക്കാൻ. മെൻസ്ട്രൽ കപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? One is it's sustainable. It's a one-time buy for 20 years. It can last up to 20 years. It's environment friendly because there's no plastic. You're not throwing it away. Wash ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. Third is, unlike sanitary napkins, there is no itching or rashes that can happen. Fourth is, it can be used continuously for 6 to 12 hours, and that's a really long time. ഇപ്പോൾ പിന്നെ പാഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മാക്സിമം വാട്ട് ദേ സജസ്റ്റ് 6 hours. അനദർ ഫാക്ടർ ഇസ് സ്റ്റെയിൻ ആവുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാനിറ്ററി നാപ്കിനും ടാമ്പോണും ഉപയോഗിക്കുന്നതിനേക്കാൾ സ്റ്റെയിനിങ് ഒരുപാട് കുറവാണ്. സോ വിച്ച് മീൻസ് റിലേറ്റീവ്ലി ക്ലീനർ പീരിയഡ് ആയിരിക്കും. മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസേജുമായി വരുന്ന കുറച്ച് മിസ്കൺസെപ്ഷൻസും കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യാം. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു അവർ എന്തുകൊണ്ടാണ് മെൻസ്ട്രൽ കപ്പ് ഇതുവരെ ട്രൈ ചെയ്യാത്തത്, എന്തൊക്കെയാണ് അവർക്ക് തോന്നിയിട്ടുള്ള ഡൗട്ട്സ് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. ഒന്ന് എനിക്ക് കിട്ടിയത് വാസ് ഇതിടുമ്പോൾ ഹൗ ഡു യു യൂറിനേറ്റ്, ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു യൂറിനേറ്റ്, ഇസ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു യൂറിനേറ്റ് എന്നുള്ളതാണ്. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് the vagina and the urethra, they are different openings, and the cup goes in the vagina while urination happens from the urethra. So urinate ചെയ്യുന്നതുകൊണ്ട് menstrual cup-നെ affect ആവില്ല, and urinate ചെയ്യുമ്പോൾ you don't even realize that there is a cup inserted inside your vagina. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പല ഡോക്ടേഴ്സ് മാത്രമല്ല പേരൻസ് ആയാലും ഈ menstrual cup പ്രിഫർ ചെയ്യാത്തതിൻ്റെ കാരണം menstrual cup ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ വെർജിനിറ്റി നഷ്ടപ്പെടും എന്നുള്ളൊരു ഫോൾസ് ആയിട്ടുള്ളൊരു ബിലീഫ് കാരണമാണ്. അൺകംഫർട്ടബിൾ ആവുന്നുണ്ടോ? പല ആൾക്കാരും വിശ്വസിക്കുന്നത് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ ഹൈമൻ പൊട്ടിപ്പോകാനുള്ളൊരു കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അത് വെർജിനിറ്റി ആയിട്ട് പിന്നീട് കണക്റ്റ് ആവുന്നത്. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് വെർജിനിറ്റി ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. അതായത് വെർജിനിറ്റി എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കൺസ്ട്രക്റ്റ് അല്ല. നിങ്ങളുടെ ഹൈമൻ ബ്രേക്ക് ചെയ്യുന്നതല്ല നിങ്ങളുടെ വെർജിനിറ്റി നഷ്ടമാവുന്നതിൻ്റെ സൈൻ. അൺകംഫർട്ടബിൾ ആവുന്നുണ്ടല്ലേ? സോ ഹൈമൻ ഈസ് എ മ്യൂക്കോസൽ ലെയർ ദറ്റ് surrounds your vagina, and that can be broken due to a lot of reasons, which can include ഭയങ്കര സ്പോർട്സ് ആക്ടിവിറ്റി, കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ളൊരു ജനറലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ, ആൻഡ് ഇൻഫാക്റ്റ് ഒരു വളരെ സ്പീഡിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ സ്ത്രീയുടെ ഹൈമൻ നേരത്തെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ സെക്സ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഹൈമൻ ബ്രേക്കിംഗ്. സോ അതുകൊണ്ട് തന്നെ പല വീടുകളിലും കല്യാണം കഴിഞ്ഞിട്ട് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഭയങ്കര കോമൺ ആണ്. സോ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. മെൻസ്ട്രൽ കപ്പിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടിയുണ്ട്. ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് യൂസ് ചെയ്യണമെങ്കിൽ എവറി 12 hours യു വിൽ ഹാവ് ടു ക്ലീൻ ഇറ്റ്, ബ്ലഡ് എംപ്റ്റി ചെയ്ത് ക്ലീൻ ചെയ്ത് വേണം വെക്കാൻ. ഇപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നവരിൽ ഓഫീസിൽ പോകുന്നവരുണ്ടാവാം, കോളേജിൽ പോകുന്നവരുണ്ടാവാം, വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ലേബറേഴ്സ് ഉണ്ടാവാം. ഇവർക്ക് എല്ലാവർക്കും എപ്പോഴും ഇങ്ങനത്തെ ഒരു വാട്ടർ അവൈലബിലിറ്റിയും സ്പേസ് അവൈലബിലിറ്റിയും ഉണ്ടാവണമെന്നില്ല. സോ ദാറ്റ് കെൻ ബി എ പ്രോബ്ലം. രണ്ടാമത്തത്, മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ടോക്സിക് ഷോക്ക് സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് കേസുകളുണ്ട്. പക്ഷേ അവിടെയും അതിൻ്റെ സയൻസ് ഇൻകൺക്ലൂസീവ് ആണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ട്രോമ അനുഭവിച്ചവർക്ക് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് the whole idea of having something inserted inside your vagina can be a very stressful thought. ഇപ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ പങ്കുചേരുന്നത് പോലും ഇറ്റ് മൈറ്റ് ബി എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ഫോർ ദം. സോ നാളെ നിങ്ങൾ ഇതൊരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മേക്ക് ഷുവർ ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ടു കൺക്ലൂഡ്, മെൻസ്ട്രേറ്റ് ചെയ്യുന്ന ഒരാൾ ഏത് മെൻസ്ട്രൽ ഹൈജീൻ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളത് അത് അവരുടെ തന്നെ ചോയ്സാണ്. ഇപ്പോൾ തന്നെ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ആർ അൺകംഫർട്ടബിൾ ഹാൻഡിലിംഗ് ബ്ലഡ്, സീയിങ് ബ്ലഡ്. ഫോർ ദം menstrual cup might not be a good option. അതുകൊണ്ട് don't put pressure on women who are comfortable using pads or tampons. അവർ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറിയതുകൊണ്ട് എൻവയറമെൻ്റൽ ഇഷ്യൂസ് ഒറ്റയടിക്ക് മാറാൻ പോകുന്നില്ല. ഇറ്റ്സ് ഓക്കെ ടു യൂസ് വാട്ട് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത്, ബട്ട് മേക്കിംഗ് ഷുവർ ദറ്റ് ദ ചോയ്സ് ഇസ് വെൽ ഇൻഫോംഡ് ഇസ് വാട്ട് മാറ്റേഴ്സ്. I'd like to thank an NGO called the Red Cycle, and they work towards creating awareness about sustainable menstruation.
Don't forget to like, share and subscribe. I can't say it. ഇതിൻ്റെ ഒരു എൻഡിങ് പറ.